പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണല്ലോ പ്ലാനിങ് എന്ന് പറയുന്നത്. വീട് ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ, പ്ലാൻ ചെയ്യും കൂടി വേണമല്ലോ. പ്ലാൻ ചെയ്യണം. അതെ, ഞങ്ങൾ രണ്ടാളും ഇരുന്ന് പ്ലാൻ ചെയ്യായിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു 7 മണി 8 മണിയൊക്കെ കഴിഞ്ഞ് അതിനു വേണ്ടി നമ്മളൊരു ടൈം കണ്ടെത്തുമായിരുന്നു. നമുക്ക് രണ്ടാൾക്കും എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നൊക്കെ ഇരുന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളത്. എന്തൊക്കെയാണ് എൻ്റെ ആവശ്യകത, ഞാൻ ഇപ്പൊ കിച്ചണിലാണെന്ന് എനിക്ക് എന്തൊക്കെ വേണം, ബെഡ്റൂമിൽ എനിക്ക് എന്തൊക്കെ വേണം, അതുപോലെ മൂപ്പർക്ക് എന്തൊക്കെ വേണം, ഓഫീസ് റൂം സെറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ ഓഫീസ് മതി. അങ്ങനത്തെ ചർച്ചകളൊക്കെ ഞങ്ങൾ നടത്തി ഞങ്ങളൊരു ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞിരുന്നു, ഒരു പ്ലാൻ ഉണ്ടാക്കി. നമ്മളൊരു റഫ് എല്ലാം കൂടി ലിസ്റ്റ് ചെയ്തു. അതിനനുസരിച്ചിട്ട് നമ്മളൊരു റഫിൽ ഓക്കെ ഇന്ന ഇത്ര ഇവിടെയൊക്കെ റൂമുകൾ വേണം, അല്ലെങ്കിൽ ഇത്ര റൂം വേണം, ഇവിടെ ഒരു ഓഫീസ് സ്പേസ് വേണം, അങ്ങനെ ഒരു കിച്ചൺ എങ്ങനെയായിരിക്കണം, അതൊക്കെ നമ്മളൊരു റഫ് വരെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് ഒരു എഞ്ചിനീയറും കൺസൾട്ട് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ്, അതായത് നമുക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ലല്ലോ, അതെങ്ങനെ ഒരു റൂമിൻ്റെ സൈസ് എന്താണ് അങ്ങനെയൊന്നും നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു എഞ്ചിനീയറുടെ സഹായം അത് നിർബന്ധമാണ്. കാരണം അപ്പോഴാണ് അത് അതിൻ്റെതായ ഒരു കൃത്യതയോടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലെങ്കിൽ അത് എന്താ പറയുക, ചിലപ്പോൾ റൂം വളരെ ചെറുതായി പോകും, അല്ലെങ്കിൽ വളരെ വലിയ റൂം, അങ്ങനെ അതിനൊന്നൊരു സ്പേസ് അലൊക്കേഷൻ കൃത്യത ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൊത്തം റിക്വയർമെന്റ്സ് ഉണ്ടാക്കി എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മളുടെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് നമ്മളൊരു എഞ്ചിനീയറുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് നമുക്കതൊന്ന് പ്ലാൻ ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഐഡിയ ആണെങ്കിൽ അവരത് കറക്റ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ അവർ നമ്മളെ റിക്വയർമെന്റ് നോക്കിയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് റെഡിയാക്കി തരും.